ഹായ്. നമ്മളുടെ പുതിയ ഇൻകം ടാക്സ് ആക്ട് 2025 പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സംശയങ്ങളാണ് ജനറൽ പബ്ലിക്കിനുള്ളത്. മാത്രമല്ല ടാക്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഏകദേശം ഒരു 64 വർഷം പഴക്കമുള്ള 1961 ആക്ട് മാറിയിട്ട് പുതിയൊരു ആക്ട് വന്നേക്കാണ്. കംപ്ലീറ്റ്ലി പുതിയ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇൻകം ടാക്സ് റൂൾസ് വന്നു, പുതിയ ഒരുപാട് ഫോംസുകൾ വന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ, ജനറലി ആളുകൾക്കുള്ള സംശയങ്ങൾ, മെയിൻലി 10 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് അഞ്ജലി കൃഷ്ണയാണ്. അഞ്ജലി CA ഫൈനലിസ്റ്റാണ്, നമ്മളുടെ ആർട്ടിക്കിളും കൂടിയാണ്. അപ്പോൾ നമുക്ക് പോഡ്കാസ്റ്റിലേക്ക് കടക്കാം. സാർ ഇപ്പോൾ പറഞ്ഞ മാതിരി തന്നെ ഇൻകം ടാക്സ് ആക്ട് ഫുള്ളായിട്ട് ചേഞ്ച് ആയിക്കുക. ഇപ്പം ഇൻകം ടാക്സ് ആക്ട് 1961 ഇൻകം ടാക്സ് ആക്ട് 2025 വന്നിക്കാണ്. അപ്പോൾ ഈ ആക്ട് എന്ന് തൊട്ടാണ് ശരിക്കും പ്രാബല്യത്തിൽ വരുന്നത്? ഇൻകം ടാക്സ് ആക്ടിൻ്റെ പേര് ഇൻകം ടാക്സ് ആക്ട് 2025 എന്നാണെങ്കിലും അത് ആക്ച്വലി എഫക്റ്റീവ് ആവണത് ഈ 1 ഏപ്രിൽ 2026 മുതലാണ്. അതായത് ഇപ്പോൾ ഓൾറെഡി റൺ ചെയ്ത് കഴിഞ്ഞു എന്നർത്ഥം. നമ്മളുടെ ആക്ട് ഈ ഏപ്രിൽ 1, 2026 മുതലാണ് എഫക്റ്റീവ് ആയിട്ട് വരുന്നത് എന്നർത്ഥം. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഈ 2025 ആക്ടാണ്. ഇനി അവിടെ നിന്നുള്ള വർഷങ്ങളിലേക്ക് ഈ ആക്ടാണ് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ആ ഒരു ഇതിലേക്ക് പോകുമ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന കേസ് വരുമ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ 25-26 ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക ഏത് ആക്ട് പ്രകാരമായിരിക്കും? അതെല്ലാവരുടെയും ഒരു സംശയമാണ്. കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 1 ഏപ്രിൽ 2026 തൊട്ട് ഈ നിയമം പ്രാബല്യത്തിലായി. ഇൻകം ടാക്സ് ആക്ട് 2025 വന്നു കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ജൂൺ ജൂലൈയിലൊക്കെ അല്ലേ നമ്മളുടെ റിട്ടേൺ ഫയൽ ചെയ്യുക. അപ്പോൾ ഏത് നിയമപ്രകാരമാണ് കഴിഞ്ഞ വർഷത്തെ റിട്ടേൺ 2025-26 റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളതൊരു കൺഫ്യൂഷനാണ് പല ആളുകൾക്കും. ആക്ച്വലി നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് വർഷത്തെ റിട്ടേൺ ആണ് ഫയൽ ചെയ്യണത്. നമ്മൾ ഫയൽ ചെയ്യണത് 25-26 ഇപ്പോൾ 25-26 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് 31 ആണ്. അപ്പോൾ ആ ഫിനാൻഷ്യൽ ഇയറിലെ റിട്ടേൺ പഴയ ആക്ട് പ്രകാരം, അതായത് 1961 ആക്ട് ഉണ്ടല്ലോ, അപ്പോൾ 1961 ആക്ട് പ്രകാരം തന്നെയാണ് നമ്മൾ ഫയൽ ചെയ്യാനായിട്ടുള്ളത്. പഴയ ആക്ട് പ്രകാരം ഇപ്പോൾ ഒത്തിരി ക്ലയൻസിന് നമുക്ക് ഇൻകം ടാക്സ് നോട്ടീസുകൾ വന്നിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ ഒരു ക്ലയൻറ്റിന് 60 ലക്ഷം രൂപ ഡിമാൻഡ് വന്നിട്ടുള്ള ഒരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്ക് ഈ പുതിയ ആക്ട് പ്രാബല്യത്തിൽ വരുമ്പോൾ ആ ഒരു നോട്ടീസ് ഇൻവാലിഡ് ആയി പോവോ? അങ്ങനെ ഇൻവാലിഡ് ആയിട്ട് പോവില്ല. അങ്ങനെ ഇൻവാലിഡ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നോട്ടീസ് കിട്ടിയ ആളുകളൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പഴയ ആക്ട് ഉണ്ടല്ലോ, പഴയ ആക്ട് ഈ മാർച്ച് 31 വരെ അതിന് ശേഷം റിപ്പീൽ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ റിപ്പീൽ ചെയ്താൽ പോലും പഴയ കാര്യങ്ങളുണ്ടല്ലോ, പഴയ നോട്ടീസുകൾ, പ്രൊസീഡിങ്സുകൾ, അതെല്ലാം വാലിഡ് ആണ്. അപ്പോൾ അത് പഴയ ആക്ട് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ പ്രൊസീഡിങ്സ് 1961 ആക്ട് വെച്ചിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. മാത്രമല്ല ഈ മാർച്ച് 31 വരെയുള്ള ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ഈ പഴയ ആക്ട് പ്രകാരം തന്നെ റൺ ചെയ്യും. അതിനുള്ള എല്ലാ പവറും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. അപ്പോൾ പഴയ കാര്യങ്ങൾക്ക് പഴയ ആക്ട് തന്നെയായിരിക്കും പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കുക. ഇപ്പോൾ പഴയ ആക്ട് പ്രകാരം ഓൾഡ് സ്കീം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരാൾ 10IA ഫോം ഫയൽ ചെയ്തു. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ പഴയ ആക്ട് പ്രകാരമുള്ള റിക്വയർമെന്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാൾ ഈ പുതിയ ആക്ടിലേക്ക് വരുമ്പോൾ ആള് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഫോംസോ എന്തെങ്കിലും റിക്വയർമെന്റ്സ് ആൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടോ? അങ്ങനെ വരുന്നില്ല. ആക്ച്വലി ഇതൊരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. പഴയതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് പുതിയ ആക്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പഴയതിലുള്ള ബെനിഫിറ്റ്സുകളുണ്ടല്ലോ, ഇപ്പോൾ നേരത്തെ അഞ്ചു പറഞ്ഞ പോലെ, അതായത് ഇപ്പോൾ 10I ഫയൽ ചെയ്തു ഒരാൾ, കാരണം വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് പഴയ റെജീമാണ് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. അപ്പോൾ ഡിഫോൾട്ട് റെജീം പുതിയതാണ്. അപ്പോൾ ആൾ 10I ഫയൽ ചെയ്തിട്ടുണ്ട്. ഇനിയും ആൾ എന്ത് ചെയ്യണം, ഇനിയും പഴയത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അതായത് നമ്മുടെ ഓൾഡ് ടാക്സ് റെജീം തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ ആക്ടിലേക്ക് മാറി എന്നതുകൊണ്ട് ആളിനി വേറെ എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ 3 ഇയേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ വീട് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡിക്ലറേഷനൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴല്ലേ ഇനി നടക്കാനായിട്ട് പോകുന്നത്. അദ്ദേഹം വീട് പണിയണത് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ വർഷം ഈ പുതിയ ആക്ട് പ്രകാരമായിരിക്കും നടക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ആളങ്ങനെ പുതുതായിട്ടൊന്നും ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. അതൊരു കണ്ടിന്യൂവേഷൻ, ഒരു നാച്ചുറൽ കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ, അതിലങ്ങനെ പൊക്കോളും നടത്താം. അതിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇപ്പൊ പുതിയ ഫിനാൻഷ്യൽ ഇയർ ആണ്. ഫിനാൻഷ്യൽ ഇയർ 26-27 ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ മന്തായി. ഇപ്പൊ ഏപ്രിൽ മന്തിൽ എൻ്റെ ഒരു ക്ലയന്റ് TDS ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിഡക്ട് ചെയ്ത പേഴ്സൺ അത് ഏത് സെക്ഷനിലായിരിക്കും അടയ്ക്കേണ്ടതായിട്ട് വരിക? പഴയ ആക്ട് പ്രകാരമാണോ പുതിയ ആക്ട് പ്രകാരമായിരിക്കും? ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഞ്ജലി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിലിലെ ട്രാൻസാക്ഷനാണ്. പുതിയ ഫിനാൻഷ്യൽ ഇയർ ആയി, ഏപ്രിലിലെ ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഏപ്രിലിലെ ട്രാൻസാക്ഷൻ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ ആക്ട് തന്നെയാണ് അവിടെ അപ്ലിക്കബിൾ ആവാം.
അപ്പോൾ പുതിയ ആക്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ ടി ഡി എസിൻ്റെ സെക്ഷൻ കംപ്ലീറ്റ്ലി മാറിയേക്കാണ്. സെക്ഷൻ 393 എന്ന് പറഞ്ഞിട്ട് ജനറൽ ആയിട്ടുള്ളത് 392 ആണ് സാലറിക്ക്, 393 ആണ് ബാക്കി എല്ലാ സെക്ഷൻസും വരുന്നത്. അപ്പോൾ 393 ഇപ്പോൾ കോൺട്രാക്ട് പേയ്മെൻ്റ് ആണെന്ന് വിചാരിക്കും. മുമ്പത്തെ 194C ഉണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിൽ ഇവിടെ 393(1) അതിലൊരു ഐറ്റം കോഡ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ 1% ആണ് എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1023 1023 എന്നുള്ളൊരു സീരിയൽ നമ്പറാണ് വരുന്നത്. അതല്ല 2% ആണെന്നിരിക്കും. ഇത് കമ്പനി ഫെയിമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2%. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ 1024 എന്നുള്ളൊരു ആ കോഡ് സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ പേയ്മെൻറ്റ് നടത്താനായിട്ട്. ഇനി വേറൊരു കാര്യമുള്ളതെന്ന് പറയുന്നത്, നമ്മൾ ആക്ച്വലി ഏപ്രിൽ പേയ്മെൻറ്റ് നടത്താൻ പോവുക. പക്ഷേ ഈ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നതുണ്ടല്ലോ അത് മാർച്ചിലാണെന്ന് വിചാരിക്കുക. ആക്ച്വലി മാർച്ച് 31 വരെയുള്ള ടി ഡി എസ് നമുക്ക് ഏപ്രിൽ 30 വരെ അടയ്ക്കാമല്ലോ. അപ്പോൾ ആ കേസിൽ അത് പഴയ ആക്ട് പ്രകാരമാണ് അത് ടി ഡി എസ് അപ്ലിക്കബിലിറ്റി വരുന്നത്. അവിടെ അത് 194C തന്നെയാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നും നമ്മുടെ പുതിയ ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിൽ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചലാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഏത് ആക്ട് പ്രകാരമാണ് നിങ്ങൾ അടയ്ക്കുന്നത് എന്ന് വരെ അവിടെ ഡ്രോപ്പ് ഡൗണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് 2025 സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 393 എന്നുള്ള സീരീസ് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അതല്ല മറ്റേതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ സെക്ഷൻ 194C അത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മുന്നത്തെ മാസത്തെ ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇൻട്രസ്റ്റ് അടക്കം നമ്മൾ ഇപ്പോഴായിരിക്കും അടയ്ക്കണം. അതായത് ഏപ്രിൽ 30th വരെ വിത്തൗട്ട് ഇൻട്രസ്റ്റ്. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇൻട്രസ്റ്റ് അടക്കം നമ്മൾ അടയ്ക്കണത് 194C അല്ലെന്നുണ്ടെങ്കിൽ പഴയ സെക്ഷൻ പ്രകാരമായിരിക്കും നമ്മൾ അടയ്ക്കണത്. ഇപ്പോൾ പഴയ ആക്ടിൽ നിന്ന് പുതിയ ആക്ടിലേക്ക് വന്നപ്പോൾ സെക്ഷൻസിലായാലും ഫോംസിലായാലും കുറേ അധികം ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഈ നമ്പറിങ്ങിൽ മാത്രമാണോ, അല്ലെങ്കിൽ ആക്ട് തന്നെ മൊത്തത്തിൽ പ്രൊവിഷൻസ് എല്ലാം ചേഞ്ച് ആയിട്ടുണ്ടോ? നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് പഴയ ആക്ടിൽ നിന്ന് പുതിയ ആക്ട് മാറിയപ്പോൾ ഈ പല ആളുകളും വിചാരിച്ച് വെച്ചിരിക്കുന്നത് വെറുതെ നമ്പർ, സെക്ഷൻ നമ്പർ, ഇവിടെയുള്ള നമ്പർ മാറിയിട്ട് വേറെ പുതിയൊരു നമ്പർ വന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ 194Cക്ക് പകരം 393(1) എന്ന് പറഞ്ഞ്, പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ സെയിം ആണ് എന്നാണ് പലരും വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അതിൽ കുറേയൊക്കെ ശരിയാണ് കേട്ടോ, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. കുറേയൊക്കെ സെക്ഷൻ്റെ നമ്പറുകൾ മാറിയേക്കാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, പക്ഷേ അത് കംപ്ലീറ്റ്ലി ശരിയല്ല. ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം സെക്ഷൻ നമ്പറുകൾ മാത്രമൊന്നുമല്ല മാറിയിരിക്കുന്നത്, വേറെ ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത്, നമുക്ക് പഴയ ആക്ടിൽ അങ്ങനെ ഈ ഷെഡ്യൂൾസുകളുണ്ടല്ലോ അല്ലെങ്കിൽ ടേബിൾസുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. പക്ഷേ പുതിയ ആക്ടിൽ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഷെഡ്യൂൾസായി, അല്ലെന്നുണ്ടെങ്കിൽ ടേബിളുകളായി. ഇപ്പോൾ നമ്മുടെ പഴയ ആക്ടിലെ സെക്ഷൻ 10 ഉണ്ടല്ലോ, നമ്മുടെ എക്സംഷൻ സെക്ഷൻ 1961 സെക്ഷൻ 10. അപ്പോൾ ഇവിടെ പുതിയതിലെന്ന് പറയുന്നത് ആകെ ഒരൊറ്റ 2 സെക്ഷനേ ഉള്ളൂ, സെക്ഷൻ 11 സെക്ഷൻ 12. ഇങ്ങനെ 2 സെക്ഷനേ ഉള്ളൂ, വളരെ കൊച്ചു കാര്യങ്ങൾ. അതായത് നമ്മുടെ പഴയ ആക്ടിൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു 50-ഓളം പേജസ് ഉണ്ടായിരുന്നു സെക്ഷൻ 10 തന്നെ. ഇവിടെ വന്നപ്പോൾ സെക്ഷൻ 11, 12 ആകെ ഒരു പേജേ ഉള്ളൂ. പിന്നെ അവിടെ നിങ്ങൾ ഷെഡ്യൂൾസുകളിലേക്കാണ് പോയേക്കുന്നത്. അപ്പോൾ ആ ഷെഡ്യൂൾസുകൾ കുറച്ചും കൂടി നല്ല ഒരു നീറ്റ്ലി, അതായത് ഇപ്പോൾ ജനറൽ ആയിട്ടുള്ള എക്സംഷൻസ് എന്തൊക്കെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ സ്പെസിഫൈഡ് പേഴ്സൺ ഉള്ള അല്ലെങ്കിൽ എലിജിബിൾ പേഴ്സൺ ഉള്ളത് എക്സംഷൻസ് എന്താണ്, ഇപ്പോൾ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എക്സംഷൻ എന്താണ്, അല്ലെങ്കിൽ പേഴ്സൺസ് കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ഷെഡ്യൂൾ 7 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി ഒരു വൃത്തിയായിട്ട്, കുറച്ചും കൂടി ഒരു ഓർഡർ ആയിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്, നമ്മളുടെ പുതിയ ആക്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു ചേഞ്ചാണ്. ഇനി നമ്മൾ ടി ഡി എസ് ആയിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ സെക്ഷൻ 192 തൊട്ട് 193 തന്നെ 194 തന്നെ തൊട്ട് അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ദെൻ 195 നമ്മുടെ NRIസിൻ്റെ കേസിൽ 195 അവസാനിക്കുന്നു. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ ആകെ 392 സാലറിയുടെ ഒരു സെക്ഷൻ, പിന്നെ ബാക്കിയുള്ള കംപ്ലീറ്റ് ഡിഡക്ഷൻസ് ഉണ്ടല്ലോ അത് 393 എന്ന് പറഞ്ഞിട്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ ടേബിൾ പോലെയാണ് കൊണ്ടുവന്നേക്കുന്നത്. വീണ്ടും 393 നമ്മൾ സെക്ഷൻ വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറുതാണ്, കുറച്ച് ഉള്ളൂ, ആകെ ഒരു 4-5 പാരഗ്രാഫ് അല്ലെങ്കിൽ 4-5 കൊച്ചു പാരഗ്രാഫുകളായിട്ടാണ് വരുന്നേക്കുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ടേബിൾസ് തുടങ്ങുകയാണ്. അപ്പോൾ ടേബിൾസ് തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കമ്മീഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് അതിന് ജനറൽ ആയിട്ടുള്ളൊരു ടേബിൾ, അല്ലെങ്കിൽ ഇപ്പോൾ നോൺ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ടേബിൾ, അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ അഞ്ജലി ചോദിച്ച പോലെ ഇതൊരു സെക്ഷൻ നമ്പറിങ് മാറിയേക്കാണോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സ്ഥലങ്ങളിൽ അങ്ങനെ സെക്ഷൻ നമ്പർ മാറിയേക്കാണ്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും മാറിയിട്ടുണ്ട്. പിന്നെ മെയിൻലി നമുക്ക് കാണാൻ കഴിയുന്നത് ഇതേപോലെയുള്ള ടേബിൾസ്, ഷെഡ്യൂൾസുകൾ ഉണ്ടല്ലോ, ഇതേപോലെ ഒരുപാട് സ്ട്രക്ചറലായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോൾ അത് നമ്മൾ ശരിക്കും നമുക്ക് പഴയ ആക്ടിൽ നിന്ന് പുതിയ ആക്ടിലേക്ക് പോകുമ്പോൾ നമ്മളങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യമാണത്. അപ്പോൾ പുതുതായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ശരിക്കും അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടേബിൾസും ഷെഡ്യൂൾസും അല്ലാതെ വേറെ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ? അല്ല, നമ്മുടെ ടേബിൾസിൻ്റെയും ഷെഡ്യൂൾസിൻ്റെയും കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല ആക്ച്വലി മാറിയേക്കുന്നത്. വേറൊരു കാര്യം സംഭവിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ആക്ടിലെ നമ്മുടെ
സാലറിയുടെ ഡിഡക്ഷൻസ് ഉണ്ടല്ലോ, ഉം. അതായത് സെക്ഷൻ 16 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസസ്, പിന്നെ പ്രൊഫഷണൽ ടാക്സ്, അങ്ങനെ 3 ഐറ്റമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ആക്ടിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ പാരലൽ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 19 ആണ്. അപ്പോൾ നമ്മൾ 19 എടുത്ത് വായിച്ച് നോക്കുമ്പോൾ ഈ 3 ഐറ്റത്തിൽ ഒരു ഐറ്റം ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എടുത്ത് കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ബാക്കി 2 ഐറ്റമല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷേ 2 ഐറ്റം അല്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കയറി വന്നിട്ടുണ്ട്. വന്നേക്കണ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് അറിയോ? അതായത് ഗ്രാറ്റുവിറ്റി, ആ. അല്ലെങ്കിൽ റിട്രൻച്ച്മെൻറ്റ് കോമ്പൻസേഷൻ, ഏൺഡ് ലീവിൻ്റെ കാര്യങ്ങൾ, കമ്മ്യൂട്ടഡ് പെൻഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇതൊക്കെ പഴയ ആക്ടിൽ എവിടെ കിടക്കുന്നുണ്ടായിരുന്നത്? എക്സംഷൻസിൽ. എക്സംഷൻസ് ആയിരുന്നു. അതായത് സെക്ഷൻ 10 ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ പഴയ ആക്ടിൽ ഉണ്ടായിരുന്ന എക്സംഷൻ ഇവിടേക്ക് വന്നപ്പോൾ ഇത് ഡിഡക്ഷനായിട്ട് മാറി. അപ്പോൾ നേരത്തെ അഞ്ജലി പറഞ്ഞ പോലെ അതങ്ങനെ വെറുതെ സെക്ഷൻ നമ്പർ മാറുകയല്ല, അല്ലെങ്കിൽ ടേബിൾസ് ഷെഡ്യൂൾസ് വരെ മാത്രമല്ല, ഇതുപോലെയുള്ള കുറേ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടല്ലോ. ഇതുപോലെയുള്ള കുറേ സ്ട്രക്ചറൽ ചേഞ്ചസ് ഈ പുതിയ ആക്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ അങ്ങനെ പല സ്ഥലത്തും നമുക്ക് കാണാനായിട്ട് പറ്റും ഇങ്ങനെയുള്ള കുറേ ചേഞ്ചസ് വന്നേക്കണം. നമ്മൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ സിമ്പിൾ സെക്ഷൻ മാറി എന്ന് പറയാൻ പറ്റില്ല. ടേബിൾസും ഉണ്ട്, ഷെഡ്യൂൾസുകൾ വന്നു, സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് പല സ്ഥലത്തും വന്നിട്ടുണ്ടെന്ന് അർത്ഥം. അതുപോലെ തന്നെ ക്ലയൻസ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ പുതിയ ആക്ട് വന്നതിന് ശേഷം അവരുടെ എല്ലാവരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ്, അതായത് വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, അങ്ങനെയുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ആക്സസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ ഡയറക്റ്റ്ലി അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ. നമ്മളുടെ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാമൊക്കെ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. പക്ഷെ അവിടെ വേറെ ചെറിയൊരു ഹുക്കുണ്ട്, ചെറിയൊരു ട്രാപ്പ് അതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ പുതിയ ആക്ടിലെ സെക്ഷൻ 246 എന്നുള്ള സെക്ഷൻ പ്രകാരം, അതായത് ഈ സെർച്ചും സേസറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു റൈറ്റ് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഇത് പഴയ ആക്ടിൽ ഉണ്ടായിരുന്നു. പഴയ ആക്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ ആക്ടിൻ്റെ ആ ഒരു ചട്ടക്കൂട് വെച്ചിട്ട് വേണമല്ലോ കാണാൻ. 1961 എഴുതിയേക്കുന്ന ആക്ടാണല്ലോ. അപ്പോൾ അവിടെ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരാളുടെ സെർച്ചും സേസറിൻ്റെ ഭാഗമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വരികയാണ്, ആളുകൾ വരികയാണ്, ഇൻകം ടാക്സ് ഓഫീസേഴ്സ് വരികയാണെന്ന് വിചാരിക്കും. അപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ നമ്മളുടെ ഒരു ഡോറോ അല്ലെങ്കിൽ അൽമരയോ അല്ലെങ്കിൽ സേഫോ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളതിന് കീ ഒന്നും കൊടുക്കണില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കത് ബ്രേക്ക് ഓപ്പൺ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇത് പഴയ ആക്ടിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. പക്ഷേ പുതിയ ആക്ടിൽ വന്നപ്പോൾ കാലം മാറിയില്ല. ഇപ്പോൾ ആളുകളുടെ കയ്യിൽ അലമരയിലൊന്നുമല്ല, ഇപ്പോൾ വെർച്വൽ ലോക്കറിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇപ്പോൾ ഒരാളുടെ മൊബൈലിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി ഒക്കെ നമ്മൾ എവിടെയാണ്, നമുക്കങ്ങനെ ലോക്കറൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ നമ്മുടെ മൊബൈലിൻ്റെ ഉള്ളിലല്ലേ ഉള്ളത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിന് വേറൊരു റൈറ്റ് കൊടുത്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്കൊരു ഡിജിറ്റൽ സ്പേസ് ഉണ്ടെന്ന് അറിയാം. അതായത് നമ്മുടെ 2025 ആക്ടിൽ സ്പെസിഫിക്കലി പറയുന്നുണ്ട് നമുക്കൊരു ഡിജിറ്റൽ സ്പേസ് ഉണ്ട്. അപ്പോൾ ആ ഡിജിറ്റൽ സ്പേസിലേക്ക് കയറാനുള്ള റൈറ്റ് കൂടി എന്തുണ്ട്? ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ നമ്മുടെ അൺലോക്ക് ചെയ്യണ കോഡൊന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും, നമ്മുടെ ലാപ്ടോപ്പിൻ്റെയോ കമ്പ്യൂട്ടറിൻ്റെയോ പാസ്വേഡൊന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും അവർക്ക് എന്ത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്? അത് ആക്സസ് ബൈപ്പാസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ അവർ ഒരു ആക്സസ് കോഡ് ഇട്ടിട്ട് ബൈപ്പാസ് ചെയ്താൽ എന്ത് ചെയ്യും? അവർക്കത് ലോഗിൻ ചെയ്യാം. പിന്നെ ബാക്കി അവരുടെ കയ്യിലാണല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡിജിറ്റൽ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഉൾപ്പെടും. നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, അല്ലെങ്കിൽ ഇമെയിൽ, ഇതെല്ലാം ഉൾപ്പെടും എന്നർത്ഥം. അപ്പോൾ വേണമെങ്കിൽ അവർക്ക് ഇൻഡയറക്റ്റ്ലി നമ്മളങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആക്സസ് കൂടി അറ്റ് ദ ടൈം ഓഫ് സെർച്ച് ആൻഡ് സീസറിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ആക്സസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ടെന്നർത്ഥം. അപ്പം ഇങ്ങനൊരു ആക്സസ് കിട്ടണോണ്ട് തന്നെ നമ്പർ ഓഫ് നോട്ടീസസിൻ്റെ എണ്ണം കൂടാനുള്ള ചാൻസസും കൂടുതലല്ലേ? ഇങ്ങനൊരു ആക്സസിലുപരി വേറൊരു കാര്യം നമ്മൾ നോക്കണതേ, അതായത് നമ്മൾ 1961 ആക്ട് ഉണ്ടല്ലോ, 1961 ആക്ടും ഇപ്പോഴത്തെ ആക്റ്റും, അപ്പോൾ നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ ആക്ട് മാറുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരുപാട് ആക്ടുകളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എടുത്ത് നോക്കണം. 1882 എഴുതി വെച്ചേക്കണ ആക്ടാണ്, ഇപ്പോഴും മാറിയിട്ടില്ല. പക്ഷേ ഇൻകം ടാക്സ് ആക്ട് 64-65 വർഷമായിട്ടുള്ളൂ, അപ്പോഴേക്കും മാറ്റുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ അമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. കാരണം ഫിനാൻസ് ആക്ട് വരുമ്പോൾ റേറ്റ് മാറുന്നു, അല്ലെങ്കിൽ ഒരുപാട് സെക്ഷൻസ് മാറുന്നു. അപ്പോൾ ഇതിങ്ങനെ ഈ ചെറിയൊരു ആക്ട് 64-65 വർഷം അമെൻഡ് ചെയ്ത് ഇങ്ങനെ ബൾക്കിയായി. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഉദ്ദേശിച്ച പോലെയൊന്നുമല്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആക്ട് മാറുന്നു, 2025 ആക്ട് മാറുന്നു. 2025 പുതിയ ആക്ട് വരുന്നു, ഇൻകം ടാക്സ് ആക്ട് 2025 വരുന്നു. അപ്പോൾ വേറൊരു കാര്യം കൂടി അവിടെ സംഭവിക്കുന്നുണ്ട്. എന്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 1961 ഉണ്ടായിരുന്ന സ്ട്രക്ചറിലല്ല ഈ പുതിയ ആക്ട് വരുന്നത്.
1961 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ചിലപ്പോൾ കമ്പ്യൂട്ടറൊന്നും ഇല്ല, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ല, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ടെക്നോളജി അങ്ങനെ കാര്യങ്ങളൊന്നും അവിടെ വന്നിട്ടില്ല. അപ്പോൾ വേറൊരു ഫ്രെയിം വർക്കിൽ വേറൊരു സ്ട്രക്ചറിൽ ഇരുന്നിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത് 1961 ആക്ട് ഫിഗർ ഔട്ട് ചെയ്തേക്കുന്നത്. അത് അങ്ങനെയാണ് അത് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തെങ്കിൽ പോലും അതിൻ്റെ ഒരു സ്ട്രക്ചറിൽ ഇതൊന്നുമില്ല. ഈ ഇൻഫർമേഷൻ ടെക്നോളജിയോ കമ്പ്യൂട്ടറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിൻ്റെ സ്ട്രക്ചറിൽ അത് ആവാഹിച്ച് എടുത്തിട്ടില്ല എന്നർത്ഥം. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ കഥ. ഇപ്പോൾ 2025 അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ നോട്ടീസ് എന്താണ്, ഈവൻ നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടല്ലോ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ കേസിലെ ഡെഫിനേഷനിൽ അടക്കം പറയുന്നത് ഇപ്പോൾ നമുക്കൊരു ക്ലൗഡ് സിസ്റ്റത്തിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ഇപ്പോൾ അന്റാർട്ടിക്കയിലോ എന്നുണ്ടെങ്കിൽ അമേരിക്കയിലോ എവിടെയെങ്കിലുമൊക്കെ ഉള്ള ഒരു ക്ലൗഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതടക്കം നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ എൻവിസേജ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു വിഷൻ മാറി, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആക്ടിൻ്റെയും വിഷൻ മാറി. അപ്പോൾ അത് കാരണം തന്നെ എന്ത് സംഭവിക്കുന്നു, ഒരു വലിയ ഒരു നെറ്റ്വർക്കാണ് ഡിപ്പാർട്ട്മെൻറ്റിന് ഉള്ളത്. അപ്പോൾ അത്രയധികം സ്ഥലങ്ങളിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മളുടെ ഇപ്പോൾ കഴിഞ്ഞ ആക്ടിലുണ്ടായിരുന്ന SFT ട്രാൻസാക്ഷൻസ്, കാരണം ഇതെല്ലാം ഒരു വെർച്വലി ആണല്ലോ. ഇപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻസൊക്കെ ഇപ്പോൾ ഡിജിറ്റലി ആണ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അറിയാനായിട്ടും ട്രാക്ക് ചെയ്യാനായിട്ടും കുറച്ചും കൂടി ഈസിയാണ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെഗ്മെൻറ്റൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യണം. അതായത് അവർ AI ഒക്കെ അത്ര നന്നായിട്ട് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ നേരത്തെ അഞ്ജലി പറഞ്ഞ പോലെ പുതിയ ആക്ട് വരുന്നോട് കൂടിയിട്ട് ഒരുപാട് നോട്ടീസുകൾ അല്ലെങ്കിൽ അങ്ങനെ കംപ്ലയിൻസ് മാറ്ററുകൾ ട്രേസ് ഔട്ട് ചെയ്യാനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് ഭയങ്കര ഈസിയാണ്. അപ്പോൾ അത് കാരണം തന്നെ ഒരുപാട് നോട്ടീസുകൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇപ്പൊ ഇൻകം ടാക്സ് ആക്ട് 2025 പ്രാബല്യത്തിൽ വന്നു. അതുപോലെ തന്നെ അതിന്റെ റൂൾസും വന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതിനെല്ലാം അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് ഇനി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പുതുതായിട്ട് അതിന് വേണ്ട സർക്കുലേഴ്സോ നോട്ടീസസോ പുതുതായിട്ട് ഇഷ്യൂ ചെയ്യണോ എന്നുള്ളത്. അതോ 1961 ആക്ടിന്റെ സർക്കുലേഴ്സ് നമുക്കിതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ? അത് എല്ലാവരുടെയും ഒരു സംശയമാണ്. കാരണം എന്താ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ ആക്ട് വന്നു, 2025 ആക്ട് വന്നു, പുതിയ റൂള് വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനി അടുത്ത മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പഴയ ആക്ട് പ്രകാരം ഒരുപാട് സർക്കുലാർസും നോട്ടിഫിക്കേഷൻസും ഒക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയ ആക്ട് പ്രകാരം, കാരണം ഒരുപാട് സർക്കുലാർസ് ഉണ്ട്, ഇപ്പോൾ ആയിരക്കണക്കിന് സർക്കുലാർസും നോട്ടിഫിക്കേഷൻസും ഉണ്ടായിരിക്കും 1961 ആക്ട് പ്രകാരം. അപ്പോൾ ഇനി പുതിയ ആക്ട് പ്രകാരം ഇത് മുഴുവൻ രണ്ടാമത് ഇറക്കണോ എന്നുള്ളത് എല്ലാവരുടെയും സംശയമാണ്. അപ്പോൾ നമ്മളുടെ 536 പുതിയ ആക്ടിലെ സെക്ഷൻ 536, അതായത് റിപ്പീൽ സെക്ഷനിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്തൊക്കെ സർക്കുലാർസും നോട്ടിഫിക്കേഷൻസ് ആണോ പഴയ ആക്ട് പ്രകാരം ഇറക്കിയേക്കുന്നത്, അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഇറക്കിയേക്കുന്നത്, അതെല്ലാം സ്റ്റിൽ വാലിഡ് ആണ് അൺലെസ് ഇറ്റ് ഈസ് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ദ ന്യൂ ആക്ട് എന്ന് പറഞ്ഞേക്കുന്നത്. എന്തായാലും 2025 ആക്ടായിട്ട് ഇൻകൺസിസ്റ്റൻ്റ് ആവാനായിട്ട് സാധ്യതയൊന്നുമില്ല. അപ്പോൾ അത് കാരണം തന്നെ ആരും ഇനി 2025 ആക്ട് പ്രകാരമുള്ള സർക്കുലാർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഇറക്കാനായിട്ട് സാധ്യതയില്ല. ഇനി എന്തെങ്കിലും ഫർദർ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എന്ത് വരും, പുതിയ നോട്ടിഫിക്കേഷനും സർക്കുലാർ വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുവരെ 1961 തൊട്ട് ഇതുവരെ ഇറക്കിയേക്കണ എല്ലാ സർക്കുലാർസും നോട്ടിഫിക്കേഷൻസും എന്താണ്, ഇറ്റ്സ് സ്റ്റിൽ വാലിഡ്, സ്റ്റിൽ ഗുഡ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇപ്പൊ പുതിയ ആക്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫോംസ് മാറി, സെക്ഷൻസ് മാറി, മൊത്തത്തിൽ ഒരു മുഖച്ഛായ തന്നെ മൊത്തത്തിൽ മാറി. അപ്പോൾ ഒരു പ്രൊഫഷണൽസിനെ, നമ്മുടെ അക്കൗണ്ടിങ് ഫീൽഡിലായാലും നിൽക്കുന്ന പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? അവരെങ്ങനെയായിരിക്കും അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക? ഇത് വലിയൊരു ചേഞ്ചാണ്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ടാക്സേഷനായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വലിയൊരു ചേഞ്ചാണ് വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആക്ട് മാറുമ്പോൾ ഡെഫിനറ്റ്ലി റൂൾസ് മാറി എന്ന് മാത്രമല്ല, അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ഫോംസ് മാറി. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ കേൾക്കണം, അപ്പോൾ നമ്മുടെ സാലറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഫോം 16 ഇനി അങ്ങനത്തെ ഫോമില്ല, അല്ലെങ്കിൽ 16A അതില്ല, 15G 15H ഇങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ TDSൻ്റെ തന്നെ ഇപ്പോൾ TDS 194C ഇല്ല, പകരം 393. അപ്പോൾ ഒരുപാട് ചേഞ്ചസാണ് വന്നേക്കുന്നത്. അതായത് നമ്മളുടെ ആക്ടിൽ, ദെൻ റൂൾസിൽ, ദെൻ ഫോംസിൽ ഇങ്ങനെയുള്ള. അപ്പോൾ നമ്മളിപ്പോൾ ഓഡിറ്റായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 15CA 15CB അല്ലാന്നുണ്ടെങ്കിൽ 3CD ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടുകൾ കംപ്ലീറ്റ്, അതായത് നമ്മൾ എന്തൊക്കെയാണോ മുമ്പ് നമ്മൾ ഇത്രയും നാളും ഉപയോഗിച്ചിരുന്നത്, നമ്മൾ കേട്ടും ശീലിച്ചു വരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ കംപ്ലീറ്റ് അങ്ങോട്ട് മാറി എന്നർത്ഥം. അപ്പോൾ നമ്മളൊരു ഇനീഷ്യേറ്റീവ് എടുത്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ചേഞ്ചാണ്. അപ്പോൾ അത് കാരണം തന്നെ ഇൻകം ടാക്സ് ആക്ട്
ഒരു പഠിക്കാനായിട്ടുള്ളൊരു പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻകം ടാക്സ് ആക്ട് 2025 കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇൻകം ടാക്സ് ആക്ട് ഫ്രം സെക്ഷൻ 1 തൊട്ട് 536 വരെ, അതായത് പ്രാക്ടിക്കലായിട്ട് നമ്മളൊരു പ്രാക്ടീസിങ് ആംഗിളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലൊരു മെമ്പർഷിപ്പ് ഫീ വെച്ചിട്ടാണ് അതിൽ നമ്മളത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ട് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്ലാസ്സസ് കോഴ്സുകളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, വർക്ക്ഷോപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലം മാറുമ്പോൾ, ഇൻകം ടാക്സ് ആക്ട് മാത്രമല്ല മാറുന്നത്, നമ്മൾ ഈ കാലം മാറുമ്പോൾ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ കാലത്തിനനുസരിച്ചിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പതുക്കെ ഫീൽഡ് ഔട്ടായി പോകും. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ മുമ്പ് ഇപ്പോൾ ഒരു GSTയുടെയോ അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെയൊക്കെ ഒരു നോട്ടീസ് വരുന്ന ഒരു അപ്പീലൊക്കെ ഫയൽ ചെയ്യണം, ഒരു പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കണം. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 5-6 ദിവസമൊക്കെ എടുത്ത കാര്യങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ 1-2 ആഴ്ചയൊക്കെ എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അരമണിക്കൂറിനുള്ളിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ചിലപ്പോൾ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ അക്കൗണ്ടൻസ് അല്ലെന്നുണ്ടെങ്കിൽ ടാക്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ AI പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 2-3 മണിക്കൂറൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും എന്നർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ട് കോഴ്സിന് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ ഈ എയുടെ ഒരുപാട് കോഴ്സസ്, സെമിനാർസ്, വർക്ക്ഷോപ്പുകൾ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്കൊക്കെ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇൻകം ടാക്സ് പ്ലസ് AI കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ മെമ്പർഷിപ്പ് ഫീ വെച്ചിരിക്കുന്നത് 6,000 റുപ്പീസാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ ഫസ്റ്റ് 500 ആളുകൾക്ക്, ആദ്യം ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 500 ആളുകൾക്ക് 2,999 എന്നുള്ളൊരു ഓഫർ പ്രൈസിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 500ൻ്റെ അടുത്ത് ആവാറായിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഞാനതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് നമ്മൾ പതുക്കെ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പതുക്കെ ഫീൽഡ് ഔട്ടായി പോകും. അതുപോലെ തന്നെ AI പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫീൽഡ് ഔട്ടായി പോകും. അപ്പോൾ അതാണ്. അപ്പോൾ അത് എങ്ങനെ അഡോപ്റ്റ് ചെയ്യാം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ പഠിക്കുക, നമ്മളൊരു ചേഞ്ച് വരുമ്പോൾ പഠിക്കുക എന്നുള്ളതാണ് ഇതിലാകെ ഒരേ ഒരു സൊല്യൂഷനായിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ജനറലി ആളുകൾക്ക് ഉള്ള സംശയങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ ടാക്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കുള്ള സംശയങ്ങൾ ഇൻകം ടാക്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. മലയാളത്തിൽ നമ്മളുടെ ഇൻകം ടാക്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഇൻകം ടാക്സ് ആക്ട് കോഴ്സിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.